കോടീശ്വരനിൽ ഇതാ എത്തിയിരിക്കുന്നു മൂസക്കായുടെ ബേബി ഫാത്തിമ. വെൽക്കം ടു ദി ഷോ. എന്തിനാണ് ഫാത്തിമ ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ നമുക്ക് കുടുംബശ്രീന്റെ ലോൺ നോക്കണ്ടി, പിന്നെ കുറച്ച് മറ്റേ ചെറിയൊരു വേറൊരു ബിസിനസും കൂടി തുടങ്ങണം. എന്താണ് ആ ബിസിനസ്? അത് പിന്നെ നമ്മളെ ഈ ഡയമണ്ടിന്റെ ചെറിയ കമ്മലും മാലയും വളയും എല്ലാം കൂടെ ആയിട്ട് 2 മുറി പേടി, അത്രയും നമുക്ക് ആഗ്രഹം. പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി സെന്റിമെന്റ്സ് പറയുന്ന മോനെ പ്രത്യേകം പറഞ്ഞിരിക്കണം, അതുകൊണ്ട് അതുകൂടി വേണമെന്നാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൽ ഏതാണ് ഏറ്റവും മൊഞ്ചുള്ള മത്സ്യം? Which fish is most munchable than Which fish is most munchable in this group? Option A, ചെമ്മീൻ. Option B, കരിമീൻ. Option C, നെയ്മീൻ. And option D, കിളിമീൻ. ഹലോ, എല്ലാ ഓപ്ഷനും ഇപ്പൊ മുഞ്ചുള്ള മീൻ എന്ന് പറയാൻ നമ്മൾ വിചാരിച്ച മീൻ ഇതിന്റെ അകത്ത് ഇല്ല. പക്ഷേ ഇതിലിപ്പോ ഏറ്റവും മുഞ്ചുള്ള മീന് നെയ്മീനാണ്. നെയ്മീനാണോ ഫാത്തിമ? ഓഡിയൻസ്, നെയ്മീനാണോ ഫാത്തിമ? അല്ലോ, നെയ്മീനല്ലേ? നെയ്മീൻ അല്ലെങ്കിൽ പിന്നെ കരിമീനായിരിക്കും. കരിമീൻ പൊള്ളിച്ചാൽ നല്ല രസമല്ലേ, കാരണം നല്ല മൊഞ്ചുണ്ടാവും. കരിമീനൊക്കെ ഗുരുജിയോട് ചോദിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കും ഫാത്തിമ. കരിമീനാണോ? ഹലോ, കരിമീനല്ലേ? കരിമീനും അല്ലെങ്കിൽ പിന്നെ എന്നാ പിന്നെ മോഹൻലാലിന്റെ മാതിരി മീസയും ഒക്കെ ചുരുട്ടിങ്ങനെ സൈഡ് ചെരിഞ്ഞ് വരുന്നേ നമ്മൾ ഓപ്ഷന് ചെമ്മീന്. ചെമ്മീനാണോ ഫാത്തിമ? ചെമ്മീനാണോ? പറയോ. ചെമ്മീൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ കിളിമീൻ തന്നെ ഓർപ്പിച്ചോളി ഗുരുജി പ്ലീസ്. ലോക്കൽ ചെമ്മീനല്ല, കരിമീനല്ല, നെയ്മീനല്ല, നമ്മള് കിളിമീൻ. ഉത്തരം കറക്റ്റ് ആണ് ഫാത്തിമ. നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ശരിയായി. എങ്ങനെ കിട്ടി ഫാത്തിമ ഈ ഉത്തരം? നിങ്ങളെ കണ്ണും മോറും കടപ്പ് തന്നെ കിട്ടിന്റെ മനുഷ്യ.